യോഗയും കളരിപ്പയറ്റും ആത്മവികാസം എന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ജീവിതശാസ്ത്രമാണെന്ന് സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ കളരിപ്പയറ്റ് സമന്വയ കളരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സത്യത്തില് ആ പുഴയുടെ അടിത്തട്ടിൽ വരുമ്പോൾ ഈ രണ്ട് കരകളും ഒന്നായിട്ടാണ് പോകുന്നത്. അത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ. ഇതുപോലെയാണ് യോഗയും കളരിയും. കാരണം ഇതിന്റെ ഒക്കെ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. ഈ ലോകം മുഴുവൻ ഹൗ ടു ബിക്കം പവർഫുൾ എന്ന് ചിന്തിക്കുമ്പോൾ, എങ്ങനെയാണ് നമുക്ക് പവർഫുൾ ആകാൻ കഴിയുക എന്ന് ലോകം മുഴുവൻ ചിന്തിക്കുമ്പോൾ ഭാരതം ചിന്തിക്കുന്നത് ഹൗ ടു ബിക്കം പീസ്ഫുൾ എന്നാണ്. എങ്ങനെ നമുക്ക് സമാധാനം നേടാം എന്നുള്ളതാണ് ഭാരതം ചിന്തിക്കുന്നത്. ഭാരതം എല്ലാ കാര്യത്തിലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അതാണ്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഏത് സ്വർണ്ണാഭരണം കണ്ടാലും അയാൾ അതിന്റെ ഡിസൈനിനെ കുറിച്ചിട്ടല്ല വ്യാകുലത, അല്ലെങ്കിൽ ഡിസൈനിലേക്ക് അല്ല അയാൾ ശ്രദ്ധിക്കുക. അയാളത് സ്വർണ്ണമാണോ എന്നതാണ് ശ്രദ്ധിക്കുക. അയാളുടെ ചിന്ത സ്വർണത്തിലേക്കാണ് പോകുക. ഇതുപോലെയാണ് ഭാരതം. മണലൂർ തുള്ളൽ കളരിയെ നടത്തിയ ചടങ്ങിൽ പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. തുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ്, IGNCA ഡയറക്ടർ സുമിത് ഡേ മുഖ്യാതിഥിയായി. വല്ലഭട്ട കളരി ആചാര്യൻ കൃഷ്ണദാസ്, യോഗ ഗുരു അനേഷ് ശിവാനന്ദ, ആബിൽനാഥ് മണലൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഴുവിൽ ഗോകുലം വിദ്യാർത്ഥികളുടെ യോഗ നൃത്താവിഷ്കാരവും സംഗീത കച്ചേരിയും ഓട്ടംതുള്ളൽ എന്നിവയും അരങ്ങേറി. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു.